കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിയിൽ ഇങ്ങനെ കോൺഫ്ലോർ ഇങ്ങനെ കട്ടായിട്ട് കിടക്കുന്നുണ്ടാവും, അതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം മാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് തീ കത്തിച്ചാൽ മതിയാവും. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം മീഡിയത്തിലാക്കിയിട്ട് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം. പിന്നെ കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കട്ടിയിലാണ് കിട്ടുക. പുഡിങ് നല്ല സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് മുറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും തിക്കായിട്ട് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് കോരി എടുത്ത് കഴിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മുറിച്ചെടുത്തിട്ട് കഴിക്കാൻ പറ്റും. ഇനി പുഡിങ് ട്രേ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ചൂടോടെ തന്നെ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 6 മണിക്കൂർ തണുപ്പിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണിത് നല്ല ടേസ്റ്റും ഉണ്ടാവുക. മുറിച്ചെടുക്കാനൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടുക 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലാണ്. അപ്പോൾ ഞാനിത് 6 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. എന്നിട്ട് 4-5 മണിക്കൂർ നേരം ഇത് സെറ്റായതിന് ശേഷം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ 6 മണിക്കൂർ വെച്ചപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിങ് തന്നെയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഈ ഒരു പുഡിങ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോഴേക്ക് തന്നെ അവരെല്ലാം എടുത്ത് കഴിക്കും. ഓരോ പീസ് പെട്ടെന്ന് തീരുന്നത് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മോശമായാലും നല്ലതായാലും ഒന്ന് എഴുതി അറിയിക്കണേ. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്